ഒരു മുമ്പിൽ സ്റ്റാലിൻ ചിന്തിക്കുന്നതിനും പറയുന്നതിനും നേരെ വിപരീതമായിട്ട് ഓപ്പോസിറ്റായിട്ടാണ് അലീന സ്റ്റാലിയോട് പറയുന്നത് പെരുമാറുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. സ്റ്റാലിയാണെങ്കിൽ വലിയ ഗമയോടുകൂടി എല്ലാത്തിൻ്റെയും പിന്നിൽ ഞാനാണെന്ന് പറയുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, പിന്നിലുണ്ടായിരിക്കും, പക്ഷേ മുൻപിൽ നിന്നും ഇതെല്ലാം നട്ടു വളർത്തിയത് അത് പണിക്കാർ തന്നെയാണല്ലോ എന്ന് പറയുന്നു. ഞാൻ പണം മുടക്കി, ഇവിടെ ഇതൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പണം മുടക്കുന്നതല്ല, സ്വന്തം കൈകൊണ്ട് വയ്ക്കുന്നതിനെയാണ് സ്വന്തമായി ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ നീങ്ങി നിൽക്കുമ്പോൾ സ്റ്റാലി അപ്പനുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതും സത്യം തന്നെയാണ്, അവൾ പറഞ്ഞത് അതിനേക്കാൾ വലിയൊരു സത്യമാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഓരോ സമയവും സ്റ്റാലിനെ ശക്തമായി എതിർക്കുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. സ്റ്റാലിനാണെങ്കിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അലീനയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും തന്നെ പറയുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. തുടർന്ന് റബ്ബറിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണെങ്കിൽ സ്റ്റാലിൻ ഒരു ഡാം പണിയാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, ആവശ്യമില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നത് തെറ്റാണ് എന്നുകൂടി പറയുകയാണ്. അപ്പോൾ സ്റ്റാലി ചോദിക്കുന്നുണ്ട്, നിൻ്റെ പാർട്ടി ഏതാണ്, നീ കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റൊന്നുമല്ല, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ അപ്പയാണ്, യേശുവാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയുടെ അപ്പനായ ഔതക്കുട്ടി ചിരിക്കുന്നതും സ്റ്റാലി ദേഷ്യപ്പെട്ടു പോകുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.